എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു വ്ളോഗർ, ഒരു ട്രാവൽ വ്ളോഗർ ആരെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെ ഏറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ ആക്ച്വലി ഓൺ എയർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആൽബം ഇറക്കാൻ പ്ലാൻ ഒക്കെ ഉണ്ട്. ലിറിക്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും ടോപ്പിൽ എയറിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കംഫർട്ട്. ഉം. പിന്നെ അല്ല അത് ചിലപ്പോൾ നമ്മൾ തന്നെ ബലൂൺ വീർപ്പിച്ച് എയറിലേക്ക് പോകും. കാരണം എയറിൽ പോയാലും നല്ല ഇതുണ്ടാവും. അപ്പൊ അതായത് പറഞ്ഞു വന്നെച്ചാല് ചിലപ്പം ബ്രോ തന്നെ നെഗറ്റീവ് കമന്റ്സ് ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഞങ്ങൾ ഇടുന്നുണ്ടാവും. ചില കണ്ടന്റ്സ് ഞങ്ങൾ ഇന്റൻഷനോട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ശരിക്കും യാ ഞാൻ ആക്ച്വലി വെറുതെ പറഞ്ഞായിരുന്നു. അല്ലല്ല, സീരിയസ്ലി ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾ വണ്ടി ഇറക്കിയ സമയത്ത് ഞങ്ങൾക്ക് അത് ഒരു 2 വീട് അടുപ്പിച്ച് 1 മില്യൺ 1 മില്യൺ ഒക്കെ വെച്ച് കയറും. ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടപ്പം. ഓ അത് അതെ, ശരി. ആ സമയത്തൊക്കെ ഞങ്ങൾ ഇന്റൻഷനോടുകൂടി ഞങ്ങൾ കാരണം ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണ്ടേ. അപ്പോൾ അവർക്ക് നല്ല പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ എല്ലാ വീഡിയോ നല്ല പറയും. ഉം. കുറ്റം പറയാനാണ് താല്പര്യമെങ്കിൽ അവർക്ക് പറയാൻ വേണ്ടി നമ്മൾ കുറ്റം ചെയ്ത് കൊടുക്കണം. പക്ഷേ ആൾക്കാർ ഇങ്ങനെ ട്രോൾ സക്കാത്ത് സക്കാത്ത് ഇപ്പം ഫേസ്ബുക്കിന് കമൻറ്റ് ബോക്സ് സക്കാത്ത് കാണാൻ പറ്റും. ആ വീഡിയോ റിയാക്ഷനാണ്. അപ്പോൾ ഈ പൊട്ടന്മാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? സക്കാത്ത് എന്ന് കമൻറ്റ് ചെയ്യും. ഉം. പൊട്ടന്മാരെന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനെ തുള്ളി വെക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കൊടുക്കും, അവരതെടുത്ത് കയറിക്കും. ഉം. ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വൈബ് വരുന്നത്.